വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിലാണ് സമ്മേളനവും പ്രദർശനവും നടക്കുന്നത്. ലോകത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സമ്മേളനം വലിയ പങ്ക് വഹിക്കുന്നു. 4 ദിവസത്തെ പ്രദർശനം ഫെബ്രുവരി 12-ന് വ്യാഴാഴ്ച സമാപിക്കും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വേൾഡ് ഹെൽത്ത് എക്സ്പോ ദുബായിൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മുൻനിര ആരോഗ്യ സംരക്ഷണ പ്രദർശനമാണിത്. നേരത്തെ അറബ് ഹെൽത്ത് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ദുബായ് എക്സ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്ററിൽ ആദ്യമായി നടക്കുന്ന ഈ പരിപാടി ഫെബ്രുവരി 12 വരെ നീണ്ടു നിൽക്കും. ജനങ്ങളെയും ജീവിത നിലവാരത്തെയും കേന്ദ്രീകരിച്ച് ആരോഗ്യ സംരക്ഷണ മേഖലയുടെ വികസനം ഒരു ദേശീയ മുൻഗണനയായി തുടരുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പ്രതിരോധം, തയ്യാറെടുപ്പ്, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ കേന്ദ്രീകരിച്ചുള്ള മികച്ച കാഴ്ചപ്പാടിലാണ് പ്രദർശനം. ഇതിന്റെ ഭാഗമായി മികച്ച ആഗോള പങ്കാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഒരു രാജ്യാന്തര കേന്ദ്രമെന്ന നിലയിൽ UAEയുടെ പങ്കിനെ ദുബായ് ആതിഥേയത്വം വഹിക്കുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 180-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,35,000-ലധികം സന്ദർശകരെ 4 ദിവസങ്ങളിലായി ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ 4,800-ലധികം പ്രദർശകർ പങ്കെടുക്കുന്നു. 5 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പാണിത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.